എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിരിക്കുന്നത്? 10. എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിരിക്കുന്നത്? 10. കേരളത്തിൻ്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? കേരളത്തിൻ്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? ബി. സുഗതകുമാരി. കേരളത്തിൻ്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? ബി. സുഗതകുമാരി. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഏത്? മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന. കുടിക്കിടപ്പുകാർക്ക് 10 സെന്റ് വരെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കുവാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം? കുടിക്കിടപ്പുകാർക്ക് 10 സെന്റ് വരെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കുവാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം? 1970. കുടിക്കിടപ്പുകാർക്ക് 10 സെന്റ് വരെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കുവാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം? 1970. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശ്ശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശ്ശൂർ. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന ഈ പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഈ പ്രദേശം? സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഈ പ്രദേശം? കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന ഈ പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഈ പ്രദേശം? കുട്ടനാട്. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏത്? കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏത്? കൊല്ലം. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏത്? കൊല്ലം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമട കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്ന കായൽ ഏതാണ്? പുന്നമട കായൽ. റൂർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? റൂർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒറീസ. റൂർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒറീസ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? മഹാനദി. ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? മഹാനദി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം? തമിഴ്നാട്. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവയ്ക്കപ്പെട്ട വർഷം ഏത്? ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവയ്ക്കപ്പെട്ട വർഷം ഏത്? 1931. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവയ്ക്കപ്പെട്ട വർഷം ഏത്? 1931. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? വൈക്കം സത്യാഗ്രഹം. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏത്? ലാഹോർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏത്? ലാഹോർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. നിണം എന്ന് അർത്ഥം വരുന്ന പദം? രുധിരം. നിണം എന്ന് അർത്ഥം വരുന്ന പദം? രുധിരം. കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി? കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി? ആഗമസന്ധി. കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി? ആഗമസന്ധി. ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ധർമ്മരാജ. ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ധർമ്മരാജ. ദീപാവളി കുളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി? ദീപാവളി കുളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി? ധൂർത്ത് കാണിക്കുക. ദീപാവളി കുളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി? ധൂർത്ത് കാണിക്കുക.
2012 കേരളം സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ. 2012 കേരളം സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ അന്ധകാരനഴി. 2012 കേരളം സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ അന്ധകാരനഴി. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? നിർമ്മല സീതാരാമൻ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? നിർമ്മല സീതാരാമൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? സംവാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. ഇപ്പോൾ ചോദ്യങ്ങളൊന്നുകൂടി ആവർത്തിക്കാം. എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിരിക്കുന്നത്? 10. കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? ബി. സുഗതകുമാരി. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന. കുടിക്കിളപ്പുകാർക്ക് 10 സെന്റ് വരെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കുവാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം? 1970. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശൂർ. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന ഈ പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഈ പ്രദേശം? കുട്ടനാട്. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏത്? കൊല്ലം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമട കായൽ. റൂർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഒറീസ. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. ഹിരാക്കുണ്ട് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? മഹാനദി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം? തമിഴ്നാട്. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം ഏത്? 1931. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏത്? ലാഹോർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. നിണം എന്നർത്ഥം വരുന്ന പദം? രുതിരം. കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി? ആഗമസന്ധി. ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ധർമ്മരാജ. ദീപാവളി കുളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി? ദൂർത്ത് കാണിക്കുക. 2012 കേരളം സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ? അന്ധകാരനഴി. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? നിർമ്മല സീതാരാമൻ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? സംവാദ് കൗമുദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ശ്യാം ശരൺ നേഗി. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.